ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ വിശ്വാസവും അധികാരവും തമ്മിലുള്ള ബന്ധം വളരെ സങ്കീർണവും എന്നാൽ അത്ര തന്നെ ആഴത്തിലുള്ളതുമാണ്. തെരഞ്ഞെടുപ്പ് കാലങ്ങളിലും അധികാര കൈമാറ്റങ്ങളുടെ നിർണായക ഘട്ടങ്ങളിലും രാഷ്ട്രീയ നേതാക്കൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് സർവ്വസാധാരണമാണ്. ഇത് കേവലം വ്യക്തിപരമായ വിശ്വാസത്തിന്റെ മാത്രം പ്രകടനമല്ല, മറിച്ച് അനുയായികൾക്ക് ആത്മവിശ്വാസം നൽകാനും തങ്ങൾ ദൈവാനുഗ്രഹമുള്ളവരാണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുമുള്ള കൃത്യമായ രാഷ്ട്രീയ തന്ത്രം കൂടിയാണ്. സ്ഥിരമായി ഗുരുവായൂർ ദർശനം നടത്തുന്ന കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഉദാഹരണമായി നമുക്ക് കാണാം. എന്നാൽ അടുത്ത കാലത്തായി ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ചൂടേറിയ ചർച്ചകൾക്ക് വേദിയായിരിക്കുന്നത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ തിരുച്ചെന്തൂർ അരുൾമിക സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. രാഷ്ട്രീയത്തിലെ തങ്ങളുടെ വലിയ പ്രതിസന്ധികളെ മറികടക്കാനും അധികാരത്തിന്റെ പരമോന്നത പദവിയിൽ എത്തിച്ചേരാനും ഈ മുരുകൻ ക്ഷേത്രം വലിയൊരു നിമിത്തമായി മാറുന്നുവെന്ന വിശ്വാസം നേതാക്കൾക്കിടയിൽ ശക്തമായിരിക്കുകയാണ്. തമിഴക വെട്രിക്കഴകം അധ്യക്ഷനും സിനിമാ താരവുമായ ജോസഫ് വിജയ് ചരിത്രപരമായ തെരഞ്ഞെടുപ്പ് വിജയത്തിന് തൊട്ടു മുമ്പ് ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതും അതിനുശേഷം അദ്ദേഹം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതും ഈ വിശ്വാസത്തിന് വലിയ ആക്കം കൂട്ടിയിട്ടുണ്ട്. വിജയുടെ ഈ പാത പിന്തുടർന്ന് സാക്ഷാൽ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും തിരുച്ചെന്തൂരിൽ ദർശനത്തിനെത്തിയതോടെ അധികാരത്തിലേക്കുള്ള പുതിയ ഇടനാഴിയായി ഈ ക്ഷേത്രം മാറുന്നു എന്ന ചർച്ചകൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമായിരിക്കുകയാണ്. 2026 ഏപ്രിൽ മാസത്തിന്റെ അവസാനത്തിൽ ജോസഫ് വിജയ് നടത്തിയ തിരുച്ചെന്തൂർ ക്ഷേത്ര ദർശനം വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങളാണ് തമിഴ്നാട്ടിൽ സൃഷ്ടിച്ചത്. പൂർണ്ണമായും രഹസ്യമാക്കി വെച്ചിരുന്ന ഈ യാത്ര കേവലം ഒരു ആത്മീയ ദർശനത്തിനപ്പുറം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള ഒന്നായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്ന മെയ് 4-ാം തീയതിക്ക് തൊട്ട് മുൻപായി ഏപ്രിൽ 27-ന് പുലർച്ചെയാണ് അദ്ദേഹം ക്ഷേത്രത്തിലെത്തിയത്. മധുരയിൽ വിമാനമിറങ്ങി റോഡ് മാർഗം തിരുച്ചെന്തൂരിലെത്തിയ അദ്ദേഹം പുലർച്ചെയുള്ള വിശ്വരൂപ ദർശനത്തിൽ പങ്കെടുത്തു. ഇതിനേക്കാൾ ഉപരി രാഷ്ട്രീയ നിരീക്ഷകർ ശ്രദ്ധിച്ചത് അദ്ദേഹം അവിടെ നടത്തിയ പ്രത്യേക വഴിപാടുകളാണ്. രാഷ്ട്രീയ എതിരാളികളെയും പ്രതിസന്ധികളെയും മറികടക്കാൻ ഹൈന്ദവ വിശ്വാസപ്രകാരം നടത്തുന്ന ഏറ്റവും പ്രബലമായ കർമ്മങ്ങളിലൊന്നായ ശത്രുസംഹാര യാഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ഇത് തന്റെ രാഷ്ട്രീയ ശത്രുക്കൾക്കെതിരെയുള്ള ഒരു ആത്മീയ പ്രഖ്യാപനമായിട്ടാണ് വിലയിരുത്തപ്പെട്ടത്. ക്ഷേത്ര ഭരണസമിതി അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് സ്വീകരിക്കുകയും ഇതിന് പകരമായി മുരുകന്റെ ആയുധമായ ഒരു പരമ്പരാഗത വേൽ അദ്ദേഹം ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയും ചെയ്തു. വിജയുടെ ഈ അപ്രതീക്ഷിത സന്ദർശനം വലിയ ജനക്കൂട്ടത്തെയാണ് ക്ഷേത്ര പരിസരത്തേക്ക് ആകർഷിച്ചത്. ആയിരക്കണക്കിന് ആരാധകർ ക്ഷേത്രത്തിലും ചുറ്റുമുള്ള ബീച്ചിലുമായി തടിച്ചുകൂടിയതോടെ വലിയ പോലീസ് സന്നാഹത്തെ അവിടെ വിന്യസിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ സന്ദർശന സമയത്ത് സാധാരണക്കാർക്കുള്ള ദർശനം താൽക്കാലികമായി നിർത്തിവെച്ചത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. VIP സംസ്കാരത്തെക്കുറിച്ചും മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കിഴയ്ക്കുന്നതിനെക്കുറിച്ചും മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾ നടന്നു. എന്നാൽ ഈ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങും മുൻപേ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 107 സീറ്റുകൾ നേടി ജോസഫ് വിജയുടെ പാർട്ടി ചരിത്ര വിജയം കരസ്ഥമാക്കി. വെറുമൊരു നടനിൽ നിന്നും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ചയിൽ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലെ ദർശനം ഒരു പ്രധാന വഴിത്തിരിവായി അദ്ദേഹത്തിന്റെ അനുയായികൾ ഉറച്ചു വിശ്വസിക്കുന്നു. വോട്ടെണ്ണൽ ദിനത്തിൽ തിരിമറികൾ നടക്കാതിരിക്കാൻ പാർട്ടിക്കാരോട് കർശന നിർദ്ദേശം നൽകിയതിനോടൊപ്പം മാനസികമായ കരുത്ത് നേടാനും അദ്ദേഹം ഈ ആത്മീയ യാത്രയെ ഉപയോഗപ്പെടുത്തി. വിജയം ആഘോഷിച്ച് മുഖ്യമന്ത്രി പദവിയിലെത്തിയെങ്കിലും ഏത് ക്ഷേത്രത്തിൽ നിന്നാണോ അദ്ദേഹം അനുഗ്രഹം നേടിയത് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭരണപരമായ ചില വലിയ വെല്ലുവിളികളാണ് ഇപ്പോൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ ഭക്തരെ ചൂഷണം ചെയ്യുന്ന ഇടനിലക്കാരുടെ ശല്യം രൂക്ഷമാണെന്ന ആരോപണവുമായി BJP നേതാവ് വാനതി ശ്രീനിവാസൻ രംഗത്തെത്തിയത് പുതിയ സർക്കാരിന് ഒരു തലവേദനയായി മാറിയിട്ടുണ്ട്. ദർശനം വേഗത്തിലാക്കിത്തരാം എന്ന് വാഗ്ദാനം നൽകി ഇടനിലക്കാർ സാധാരണക്കാരായ ഭക്തരിൽ നിന്നും 500 രൂപ മുതൽ 1000 രൂപ വരെ അനധികൃതമായി ഈടാക്കുന്നുണ്ടെന്നാണ് ആരോപണം. ക്ഷേത്ര ഭരണസമിതിയുടെ അറിവോടെയാണോ ഇത്തരം പണപ്പിരിവുകൾ നടക്കുന്നതെന്ന ഗൗരവതരമായ ചോദ്യവും അവർ ഉന്നയിച്ചു. ഹിന്ദു റിലീജിയൻസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് അതായത് HR&CE വകുപ്പിന് നാളിതുവരെ ഒരു മന്ത്രിയെ നിയമിക്കാത്തതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമെന്നും മുഖ്യമന്ത്രി വിജയ് ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഭക്തരുടെ ചൂഷണം അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് ലഭിച്ച അധികാരം ജനനന്മയ്ക്കായി അഴിമതി രഹിതമായി ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത്. വിജയുടെ പാത പിന്തുടർന്ന് ഇപ്പോൾ തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത് കർണാടകയുടെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ്. മെയ് 15-ന് തന്റെ പിറന്നാൾ ദിനത്തിൽ ഭാര്യയ്ക്കും മറ്റ് കുടുംബാംഗങ്ങൾക്കും ഒപ്പമാണ് അദ്ദേഹം പ്രത്യേക പൂജകൾക്കായി ഇവിടെ എത്തിയത്. ഈ സന്ദർശനം കർണാടക രാഷ്ട്രീയത്തിൽ വലിയ ഭൂകമ്പങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. കാരണം ഈ സന്ദർശനത്തിന്റെ സമയവും സാഹചര്യവും വളരെ നിർണായകമാണ്. സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ മെയ് 20-ന് തങ്ങളുടെ ഭരണത്തിന്റെ 3-ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. അധികാരത്തിലേറുന്ന സമയത്ത് 2.5 വർഷം കഴിയുമ്പോൾ മുഖ്യമന്ത്രി പദവി DK ശിവകുമാറിന് കൈമാറാം എന്നൊരു അപ്രഖ്യാപിത കരാർ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഉണ്ടായിരുന്നു
നീളുന്നു എന്നൊരു സംസാരം അക്കാലത്ത് സജീവമായിരുന്നു. ആ കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ കർണാടകത്തിലെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഒരു മാറ്റം അനിവാര്യമാണെന്ന ചർച്ചകൾ വീണ്ടും ശക്തമാവുകയാണ്. കർണാടകയിലെ സമീപകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളുമെല്ലാം ഈ മാറ്റത്തിൻ്റെ സൂചനകൾ നൽകുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് DK ശിവകുമാർ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്. നേരത്തെ ഇവിടെ ദർശനം നടത്തിയപ്പോൾ തനിക്ക് വലിയ മാനസികാശ്വാസം ലഭിച്ചിരുന്നുവെന്നും അതുകൊണ്ടാണ് വീണ്ടും വന്നതെന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്നാൽ ശ്രമങ്ങൾ പരാജയപ്പെട്ടേക്കാം, പക്ഷേ പ്രാർത്ഥനകൾ ഒരിക്കലും പരാജയപ്പെടില്ല എന്ന അദ്ദേഹത്തിൻ്റെ സ്ഥിരം വാചകം തന്നെയാണ് ഈ ക്ഷേത്ര ദർശനത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം വെളിപ്പെടുത്തുന്നത്. അധികാരത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന അദ്ദേഹം അവസാന ചുവടുവയ്പായ മുഖ്യമന്ത്രി പദവിയിലെത്താൻ എല്ലാവിധ ആത്മീയ മാർഗങ്ങളും തേടുകയാണ്. ഒരു വശത്ത് BJP അദ്ദേഹത്തെ തങ്ങളുടെ പാളയത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ താൻ പാർട്ടിയോട് പൂർണ്ണമായും കൂറു പുലർത്തുന്ന ആളാണെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ DK ശിവകുമാറിന് മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ യോഗ്യതകളുമുണ്ടെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് ഈ നീക്കങ്ങൾക്ക് കൂടുതൽ കരുത്തേകുന്നു. ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ നേതാക്കൾ നടത്തുന്ന ഇത്തരം ആത്മീയ യാത്രകളെ കേവലം വ്യക്തിപരമായ വിശ്വാസമായി മാത്രം ചുരുക്കിക്കാണാൻ സാധിക്കില്ല. ഇത് തങ്ങളുടെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു വലിയ പബ്ലിക് റിലേഷൻസ് തന്ത്രം കൂടിയാണ്. തിരുച്ചെന്തൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം DK ശിവകുമാറിന്റെ ഷെഡ്യൂൾ പരിശോധിച്ചാൽ അത് വ്യക്തമാകും. VD സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം അവിടെ നിന്ന് നേരെ പോയത് പ്രശസ്തമായ തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രത്തിലേക്കാണ്. അതിനുശേഷം കർണാടകയിൽ തിരിച്ചെത്തി സർക്കാരിന്റെ 3ാം വാർഷികാഘോഷത്തിൽ സിദ്ധരാമയ്യക്കൊപ്പം വേദി പങ്കിടുകയും ചെയ്യും. ഭക്തിയും രാഷ്ട്രീയ തന്ത്രവും വളരെ സമർത്ഥമായി അദ്ദേഹം ഒരേ സമയം കൈകാര്യം ചെയ്യുകയാണ്. വിജയിയുടെ കാര്യത്തിലായാലും ശിവകുമാറിന്റെ കാര്യത്തിലായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. പ്രതിസന്ധികൾക്കും അനിശ്ചിതത്വങ്ങൾക്കും നടുവിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ തങ്ങളുടെ അനുയായികളിൽ ആത്മവിശ്വാസം നിറയ്ക്കാനും തങ്ങൾക്ക് ദൈവീകമായ പിന്തുണയുണ്ടെന്ന് തെളിയിക്കാനും ഇത്തരം പുണ്യസ്ഥലങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു. തിരുച്ചെന്തൂർ മുരുകൻ എന്ന സങ്കല്പം തമിഴ് സാംസ്കാരിക തനിമയുമായി അത്രയേറെ ഇഴചേർന്ന് കിടക്കുന്നതാണ്. പ്രതിബന്ധങ്ങളെ തകർത്തെറിയുന്ന വേൽ എന്ന ആയുധം രാഷ്ട്രീയ കുരുക്കുകൾ അഴിക്കാൻ ശ്രമിക്കുന്ന ഏത് നേതാവിനും വലിയൊരു പ്രതീകമാണ്. വിജയ്ക്ക് ആ പ്രതീകം മുഖ്യമന്ത്രി കസേര എന്ന വലിയ സമ്മാനം നൽകിക്കഴിഞ്ഞു. ഇനി കാത്തിരുന്ന് കാണേണ്ടത് കർണാടകയുടെ രാഷ്ട്രീയ നാടകങ്ങളിൽ DK ശിവകുമാറിന് മുരുകൻ അദ്ദേഹം ആഗ്രഹിച്ച സിംഹാസനം നൽകി അനുഗ്രഹിക്കുമോ എന്നതാണ്. എന്തുതന്നെ ആയാലും ജനാധിപത്യത്തിൽ യഥാർത്ഥ അധികാരം ജനങ്ങളുടെ വോട്ടുകളിലാണെങ്കിലും ആ വോട്ടുകളെ സ്വാധീനിക്കാനും സ്വന്തം മനസാക്ഷിയെ ശാന്തമാക്കാനും ഇന്ത്യൻ രാഷ്ട്രീയക്കാർ എന്നും ദൈവങ്ങളുടെ കോവിലുകളിൽ അഭയം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ഭരണഘടനയും ഭക്തിയും ഇടകലർന്നൊഴുകുന്ന ഈ പുതിയ രാഷ്ട്രീയ ശൈലി വരും നാളുകളിലും വലിയ ചർച്ചകൾക്ക് വഴിതുറക്കും എന്ന കാര്യം ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.